സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ജിദ്ദയിലെ ചരിത്ര പ്രദേശമാണ് ജിദ്ദ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ബലദ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന റമദാൻ സീസൺ ആയിരങ്ങളെ ആകർഷിക്കുന്ന ഒരു സാംസ്കാരിക പ്രദർശന മേളയാണ്. ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഒതായി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജിദ്ദയുടെ ഹൃദയഭാഗത്തുള്ള ചരിത്ര പ്രസിദ്ധമായ അൽ ബലദിലാണ് റമദാൻ സീസൺ എന്ന പേരിലുള്ള സാംസ്കാരിക ചരിത്ര പ്രദർശന പരിപാടി ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തിന്റെയും ബലദ് നഗരത്തിന്റെയും ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം എടുത്തു കാണിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. കഥകൾ ഉറങ്ങുന്ന ചരിത്രത്തിന്റെ ഇടവഴികളിലൂടെയാണ് ഇവിടെ എത്തുന്നവർ നടക്കുന്നത്. സന്ദർശകരിൽ ആ പ്രതീതി ജനിപ്പിക്കും വിധമാണ് തെരുവുകളെല്ലാം ഒരുക്കിയിരിക്കുന്നതും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനാകുന്ന നിരവധി വിനോദ പരിപാടികൾ എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നു. വിശുദ്ധ റമദാനിലെ രാത്രികളിൽ തറാവീഹ് നമസ്കാരം അവസാനിച്ചാൽ മലയാളികളടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും സ്വദേശികളും ഇവിടേക്ക് ഒഴുകിയെത്തും. ഈ മേഖല തന്നെ അറിയപ്പെടുന്നത് ഹിസ്റ്റോറിക് ഡിസ്ട്രിക്ട് ഓഫ് ജിദ്ദ എന്നാണ്. ഇവിടെ എല്ലാ പഴയ തരത്തിലുള്ള പുരാവസ്തുക്കളും പഴയ കെട്ടിടങ്ങളുമെല്ലാം ചരിത്ര സ്മാരകങ്ങൾ എന്ന നിലയിൽ ഇവിടുത്തെ ആർക്കിയോളജിക്കൽ വകുപ്പ് സംരക്ഷിത സ്മാരകങ്ങളാക്കിയിരിക്കുകയാണ്. അവയിൽ പുനർനിർമ്മാണങ്ങൾ സാധ്യമാകാത്ത വിധം അവ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നു. പരമ്പരാഗത ഹിജാസി വീടുകളുടെ സവിശേഷതകൾ പുതിയ തലമുറയ്ക്ക് അനുഭവവേദ്യമാകും വിധം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മരത്തിൽ തീർത്ത റോഷൻ എന്ന അറബിക് ശൈലിയിലുള്ള ജനാലകളും ബാൽക്കണികളുമാണ് ഇത്തരം നിർമ്മിതികളുടെ പ്രധാന പ്രത്യേകത. ഈജിപ്ത്, ഇറാഖ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മഷ്റബിയയ്ക്കും മാൾട്ടയിൽ കാണപ്പെടുന്ന ഗല്ലാരിജയ്ക്കും സമാനമാണ് ഈ നിർമ്മിതികളെന്ന് ചരിത്ര കുതുകികൾ പറയുന്നു. ഞങ്ങള് ഒരു ദിവസം 2 ദിവസമായിട്ട് ഇങ്ങനെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ബലദ്. ഇവിടെ ശരിക്കും ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ഒരുപാട് സവിശേഷതകളുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒരുപാട് സമയം ഇവിടെ ചുറ്റുപാടും നടന്ന് ഒരുപാട് സ്ഥലങ്ങള്, ഒരുപാട് അറിവുകളുള്ള, പുരാതന കാലത്തെ അറിവുകളുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാ വർഷങ്ങളും ഞങ്ങളെപ്പോലെ ഒരുപാട് ഫാമിലികൾ, ഞങ്ങളിപ്പോ ഒരു 5-6 ഫാമിലി ഒരുമിച്ച് വന്നതാണ്. ഒരുപാട് നേരം നടന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. 2019 മെയ് മാസത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ ബലദിലെ 56 ചരിത്ര കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതി പ്രഖ്യാപിച്ചു. പിന്നീട് സൗദി വിഷൻ 2030 അനുസൃതമായി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അൽ ബലദ് ഡെവലപ്മെന്റ് കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ചരിത്രപ്രസിദ്ധമായ ജിദ്ദയെ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ നിർണായക സ്ഥാനമുണ്ടാകും 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായെന്ന് കരുതുന്ന അൽ ബലദിന്. ആയിരക്കണക്കിന് സന്ദർശകരാണ് ദിവസവും ഈ ചരിത്ര പ്രദേശം സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നത്. ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജിദ്ദയ്ക്ക് പുറത്തു നിന്നുമുള്ള സന്ദർശകരെ ഈ പ്രദേശം ബലദ് ആകർഷിക്കുകയാണ്. ഇവിടെ കാണാനായിട്ട് ധാരാളം ചരിത്ര സ്മാരകങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പാരമ്പര്യവും തനിമയും വിളിച്ചോതുന്ന ഒരുപാട് പ്രദർശനങ്ങളുണ്ട്. അതുപോലെ വസ്ത്രങ്ങള്, കരകൗശല വസ്തുക്കള്, വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയുടെ എല്ലാം വ്യാപകമായിട്ടുള്ള വിപണനവും ഈ പ്രദേശത്ത് ഈ സമയത്ത് നടന്നു വരുന്നു. ഇത് വാസ്തവത്തിൽ ഒരു വലിയ ഉത്സവം എന്നതിലുപരി ഒരു വലിയ വാണിജ്യ പരിപാടി കൂടിയാണ്. ഇവിടെത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരിടമാണ് അൽ നാസിഫ് ഹൗസ്. ചരിത്ര പ്രാധാന്യമുള്ള നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത്. 100-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന് നട്ട വേപ്പ് മരം ഇവിടെത്തുന്ന സന്ദർശകർക്ക് വിസ്മയ കാഴ്ചയാകുന്നു. Tree, it's from India. It's old 100 years and 5 years. ഈ മരം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 105 വർഷം മുന്നേ ഇമ്പോർട്ട് ചെയ്ത ഒരു മരമാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ തീംസും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഒരുപാട് ഫുഡും ട്രഡീഷണൽ ഒരുപാടായിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള അൽ ജജൂം ഹൗസ്, അൽ മസ്ലൂമിലെ അൽ ബാഷൻ ഹൗസ്, അൽ ഖബൽ മസ്ജിദ്, അൽ മസ്ലൂമിലെ അൽ ഷാഫി പള്ളി, അൽ ഷാം അയൽപ്പക്കത്തുള്ള ദാർ അൽ ബനാജ, അൽ സഹേദ് ഹൗസുകൾ എന്നിങ്ങനെ പഴക്കം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന നിരവധി നിർമ്മിതികളാണ് ഇവിടെയുള്ളത്. ഈ കെട്ടിടങ്ങളിൽ ചിലതിന് 30 മീറ്ററിലധികം ഉയരമുണ്ടെന്നതും ശ്രദ്ധേയം. കാലത്തെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുകയാണ് ഈ നിർമ്മിതികളിൽ മിക്കതും. നസീഫ് ഹൗസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ഇത് പുരാതന ഹജ്ജ് യാത്രയുടെ ഒരു റൂട്ടാണ്. ഹിജാസി ഭരണകാലത്ത് ഹാജിമാര്
മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി പോകുന്ന പരമ്പരാഗതമായ ട്രഡീഷണൽ ആയിട്ടുള്ള റൂട്ടാണ് ഈ ബലദിലെ ഈ ബൈത്ത് നസീഫിൽ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഒട്ടകപ്പുറത്തേറി അലങ്കാര വസ്തുക്കളും കച്ചവട സാമഗ്രികളും മറ്റുമായിട്ടാണ് ആളുകൾ മക്കയിലേക്ക് പോവുക. ഈ പ്രദേശം ഒന്നാകെ ഇന്ന് സൗദി അറേബ്യൻ ഭരണകൂടം ഒരു ചരിത്ര സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രാദേശിക ഉൽപ്പന്നങ്ങളും പരമ്പരാഗത ഭക്ഷണങ്ങളും പ്രദർശിപ്പിക്കുകയും അതൊക്കെ ആവശ്യമെങ്കിൽ വാങ്ങാനും ഭക്ഷണം രുചിച്ചു നോക്കാനുമൊക്കെ അവസരമുണ്ട് ഇവിടെ. പരമ്പരാഗത കരകൗശല വിദ്യകളും അറബിക് കാലിഗ്രഫി, മൺപാത്ര നിർമ്മാണം എന്നിവ പഠിപ്പിക്കുന്നതിനും അവയെക്കുറിച്ച് പുതിയ തലമുറയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രത്യേക ശില്പശാലകളും ഈ പ്രദർശനോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. This is my mother, Sulaiman, and I'm Aisha, her daughter. We sell a variety of pickles. Some are spicy and some are not. This is our original flavor. This is a recipe passed down from my mother, my grandmother, her mother. സംരംഭക രംഗത്തേക്ക് വനിതകളുടെ പ്രവേശനം സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അത് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ആയിഷയുടെ ഈ ചെറിയ ഫുഡ് സ്റ്റാൾ. മലയാളികളടക്കം നിരവധി പേരാണ് ചരിത്രത്തിന്റെ ഗന്ധമുള്ള ഇവിടത്തെ കഫറ്റീരിയകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നത്. പല പുരാതന വീടുകളുടെയും ഉള്ളിലാണ് കഫറ്റീരിയകൾ പ്രവർത്തിക്കുന്നത്. അവിടൊക്കെ കയറിയിറങ്ങി പരമ്പരാഗത രുചികൾ ആസ്വദിച്ചും കഥകൾ ഉറങ്ങുന്ന ചരിത്ര നിർമ്മിതികൾ കണ്ടും അങ്ങനെ നടക്കാം. സൗഹൃദം പങ്കിടാം.